ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്താണ് നടക്കാൻ പോകുന്നത്? 16-ൽ നിന്ന് 12 പേരിലേക്ക് പോകും. നമുക്ക് ടോപ്പ് 12 ആണോ നമുക്ക് കിട്ടാൻ പോകുന്നത്? പുതിയ ജഡ്ജസ് ആരാണ്? ഇതിൻ്റെ ഷൂട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞോ ഇല്ലയോ? നമുക്ക് നോക്കാം, സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നമ്മുടെ പുതിയ ഓൾറെഡി ഇതിൻ്റെ പ്രൊമോ ഓൾറെഡി ഇന്നലെ മറ്റേ എപ്പിസോഡിൻ്റെ കൂടെ നാളത്തെ പ്രൊമോ, അതായത് ഞായറാഴ്ച എപ്പിസോഡിൻ്റെ പ്രൊമോ ഓൾറെഡി വന്നു അല്ലേ? മറ്റേ ഇതിൻ്റെ കൂടെ എപ്പിസോഡിൻ്റെ കൂടെ തന്നെ വന്നു. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളും ആണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. കാര്യം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടായിരുന്നു. എനിക്കൊന്ന് റെനീഷ പറയുന്നതാണ് ഷൂട്ടെല്ലാം കഴിഞ്ഞല്ലോ എന്ന്. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിളിച്ച ഫുൾ ഷൂട്ടും കഴിഞ്ഞോ, അതായത് നമുക്ക് ടോപ്പ് 12 കിട്ടിയോ എന്നുള്ളത്. അതിലത്ത് വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് അഖിൽ പറയുന്നതാണ്, നമുക്ക് ടോപ്പ് 12 കിട്ടി, നമ്മൾ തിരഞ്ഞെടുത്ത ടോപ്പ് 12 ഡിസർവിങ് തന്നെയാണ്. ഈവൻ പഴയ നോർമലായിട്ട് അതിനകത്ത് വന്ന കോമണേഴ്സിനെക്കാട്ടിയും നല്ല ഡിസർവിങ് ആയിട്ടുള്ള ടോപ്പ് 12 ആണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും നടന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി അടുത്ത് ടോപ്പ് 12 കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളിൽ നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിന് വോട്ടിംഗ്, അതായത് വോട്ടിംഗ് ടോപ്പ് 12 ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ വോട്ടിംഗ് നമ്മൾ ജനങ്ങളും കൂടി ഇതിനകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമോ എന്നുള്ളതും അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഓണ സമയത്തുള്ള ഇതാണ് വരാൻ പോകുന്നത്. അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓണമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഓണം എപ്പിസോഡിനകത്ത് മൊത്തം എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബാക്കി കണ്ടറിയേണ്ടി വരും. അതായത് സൺഡേ എപ്പിസോഡിലും കൂടി 4 പേര് ഔട്ടായാൽ 12 പേര് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ഈ 12 പേരെ വെച്ചിട്ടുള്ള ടാസ്കുകൾ വ്യത്യസ്തമായിരിക്കും എന്നായിരിക്കും തോന്നുന്നത്. എന്തായാലും ഞായറാഴ്ചത്തെ പ്രൊമോയിൽ പുതിയ ഗസ്റ്റ് ജഡ്ജസ് വരുന്നത് നാദിറയും സെറീനയാണ് സീസൺ 5-ന്ന്. എന്നിട്ട് ഇവരും ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് നാളത്തെ എവിക്ഷനകത്ത്. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് രജിത് കുമാറും വീണ നായരും വഹിച്ച ഒരു നിർണായക പങ്ക് പോലെ തന്നെ ഇതിനകത്ത് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് ക്ലിയർ ആയിട്ട് ആരൊക്കെ ഡേഞ്ചർ സോണിലുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോനയും അമൃതയൊക്കെ ഫേസ് ഓഫ് അല്ല, മാസ്ക് ഓഫ് ടാസ്ക് നടത്തുന്നു. അത് കഴിഞ്ഞ ശേഷം നാളെ ഒരു ബക്കറ്റ് ടാസ്ക് പോലത്തെ സംഭവമാണ് നടക്കുന്നത്. അതായത് സൺഡേത്തെ എപ്പിസോഡിൽ കുറേ സാധനങ്ങളും ഒരു പ്രിസം മറ്റേ ഷെയ്പ്പും എല്ലാം ഉണ്ട്. ഷെയ്പ്പ്, ബക്കറ്റ്, ചട്ടിയും കലവും എല്ലാം എടുത്ത് മുകളിൽ കയറ്റി വെക്കുന്നുണ്ട്. ഏറ്റവും പൊക്കമുള്ള ആരുടെയാണോ, ഏത് ടീമിനാണോ അവരായിരിക്കും ജയിക്കുന്നത്. പൊക്കമുള്ള ടീം ഇപ്പുറത്തെ ടീമിനെയാണ്, മറ്റേ സോനയൊക്കെ ഉള്ള ടീമാണ്. അതിനകത്ത് ഡേഞ്ചർ സോണിൽ വന്ന ടീം ശ്യാം, രാകേഷ്, ലോലിറ്റ, വൈശാഖ്, അഫിനിയാസ്, അളകനന്ദ, പ്രവീൺ, ഇത്രയും പേരാണ് ഡേഞ്ചർ സോണിൽ വന്നത്. ഇതിനകത്ത് നാളെയും നമ്മുടെ ഈ ഗസ്റ്റ് ജഡ്ജിന് ഒരു നിർണായക പവർ കൊടുക്കുന്നുണ്ട്. ഔട്ട് ഹൗസിൽ നിന്ന് ഇതിനകത്തുനിന്ന് ഒരാളെ എടുത്ത് സേഫിൽ കൊണ്ടുപോകാം, സേഫിൽ നിന്ന് ഒരാളെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അവർ പറയണം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സ്വാപ്പാണ്. പറയണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് രാകേഷിനെ അവർ സേവ് ചെയ്യും എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള സമയം ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് ലവ് ട്രാക്ക് ഒക്കെ നടത്താൻ ചാൻസ് ഉണ്ടോന്ന്. അപ്പോൾ ശ്യാം പറയുന്നത് ഇല്ല. അപ്പോൾ ലവ് ട്രാക്ക് ഇല്ല, അപ്പോൾ ആ കണ്ടന്റ് രക്ഷപ്പെട്ടു. നാദിറ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഡേഞ്ചർ സോണിൽ വരും, അത് വളരെ നിർണായകമാണ്. മിക്കവാറും അമൃതയാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമൃത എലിമിനേറ്റ് ആവാനുള്ള ചാൻസും കാണുന്നുണ്ട്. അല്ലെങ്കിൽ സോന, പക്ഷെ സോനയുടെ ചാൻസ് കുറവാണ്. കാരണം ഇത്രയും എവിക്ഷൻസ്, ഇത്രയും ഡേഞ്ചർ സോണിൽ രക്ഷപ്പെട്ട് വരുന്ന ഒരു ആദ്യത്തെ ആളാണ് ഇതിനകത്ത് സോന. അപ്പോൾ അമൃതയാവാൻ ചാൻസ് ഉണ്ട്. അമൃത വന്നു കഴിഞ്ഞാൽ എവിക്റ്റ് ആവാനും ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പം മൺഡേ തൊട്ട് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണോ ഒന്നും ഒരു പിടിയില്ല. എന്തായാലും എന്തെങ്കിലും ഒരു പുതുമയായിട്ടുള്ള സംഭവമായിരിക്കും നടക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് പിന്നെ നിർണായകമായ ഒരു 2 ആഴ്ചയാണ് പിന്നെ വരാൻ പോണത്. നിർണായകമായ 2 ആഴ്ച. ആ 2 ആഴ്ച എന്തൊക്കെ നടക്കും, നമ്മൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.